to book of Ruth, chapter 1, verses 16 and 17. Book of Ruth, chapter 1, verses 16 and 17. Somebody please read in Malayalam and English. I think Molly Andy Onda, Pastor. Is Molly Andy there? On the Pastor. Okay. But Ruth replied, "Don't urge me to leave you or to turn back from you. Where you go, I will go, and where you stay, I will stay. Your people will be my people, and your God, my God. Where you die, I will die, and there I will be buried. May the Lord deal with me, be it ever so severely, if even death separates you and me." Praise the Lord. മലയാളത്തിലൂടെ ബിനിയാൻഡി. അതിന് രൂത്ത്, നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികം എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. മതി. Very familiar, I know that, very familiar passage. ചിലരൊക്കെ നമ്മുടെ ഇടയിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നോട്ട് എന്താ പറയുക മീനിങ്, നമ്മുടെ ഈ ജനറൽ കോൺഗ്രിഗേഷൻ അല്ല, ഈ രൂത്തിന്റെ പുസ്തകത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദാറ്റ് ബുക്ക്? പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, വളരെ സീരിയസ് ആയിട്ടുള്ള മണിക്കൂറുകൾ പറയേണ്ട there are many things in this small book. ഇതിനെപ്പറ്റി ഒരാൾ പറഞ്ഞേക്കുന്ന ഒരു വാചകം ഇതാണ്, ബ്യൂട്ടിഫുൾ ലെജൻഡ് ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ബ്യൂട്ടിഫുൾ ലെജൻഡ്. മറ്റൊരാൾ പറഞ്ഞേക്കുന്നത് നോ നീഡ് ഓഫ് എനി എഡിറ്റിംഗ് ടു ദിസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റിങ്ങും വേണ്ട. നമ്മളൊക്കെ ബുക്കുകൾ എഴുതുന്നവർക്കറിയാം, നമ്മൾ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ വി ആർ എഡിറ്റിംഗ് ദാറ്റ് വർക്ക്. കാരണം അത് അപ്ഡേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പഠിപ്പിക്കാൻ നേരത്തെ എൻ്റെ നോട്ട് ഞാൻ എഡിറ്റ് ചെയ്യാറുണ്ട് എല്ലാ വർഷവും. പക്ഷേ ബുക്ക് ഓഫ് രൂത്തിനെ സംബന്ധിച്ച് ഒരാൾ പറഞ്ഞത് സാധാരണ ഒരു സ്റ്റോറി ആയിട്ടല്ല, ഒരു എഡിറ്റിംഗ് പോലെ. അതൊരു സെക്കുലർ റൈറ്റർ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിനകത്ത് എഡിറ്റ് വേണ്ട, ഒരു സെക്കുലർ റൈറ്റർ പറഞ്ഞ കാര്യമാണ്. നോ നീഡ് ഓഫ് എനി അഡീഷണൽ എഡിറ്റിംഗ്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് ഈ ബുക്ക് എന്നാണ് ആ റൈറ്റർ പറഞ്ഞത്. അതുകൊണ്ട് വളരെ ഐ നീഡ് യുവർ അൺഡിവൈഡഡ് അറ്റൻഷൻ. വളരെ ശ്രദ്ധയോടെ, വളരെ ഗൗരവത്തോടുകൂടി ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കണമെന്ന് ഞാൻ വളരെ വളരെ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ബൈബിള് തുറക്കണം, അത് വായിക്കണം. അങ്ങനെ വായിച്ചാൽ നിശ്ചയമായിട്ടും അനുഗ്രഹമായിരിക്കും. ഞാൻ ഈ ബുക്കിനെ പറ്റി നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിച്ചത് ഈ ബുക്ക്, ദിസ് ബുക്ക് ഈസ് ദ ബുക്ക് ഓഫ് ഡിസിഷൻസ് എന്നതായിരുന്നു നമ്മൾ ആദ്യത്തെ സന്ദേശത്തിൽ പറഞ്ഞത്. കാര്യം എലിമേലെക്ക്, he took one decision, Naomi took another decision, Ruth she take a adventurous decision, ഓർപ്പ തന്റെ ഭാവി നോക്കി ഇന്റലിജന്റ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തു. പക്ഷെ ഓർപ്പയെ നമ്മൾ കാണുന്ന പോലും ഇല്ല. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ഫസ്റ്റ് സൺഡേയില്, ഈ സന്ദേശം പറഞ്ഞ ഫസ്റ്റ് സൺഡേയില്. Then 2 weeks before I again spoke from the same book. അന്ന് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഓഫ് ദിസ് ബുക്ക്. ഈ ബുക്കിനകത്ത് ഉള്ള വാക്യങ്ങൾ 85 വേഴ്സസ് ഇതിനകത്തുണ്ട്. ഓൾമോസ്റ്റ് 15 വേഴ്സസ് കോൺവെർസേഷനിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായിട്ട് കാണാം. കോൺവെർസേഷണൽ. അങ്ങനെ മനോഹരമായിട്ട് ആ കോൺവെർസേഷണൽ ലാംഗ്വേജും ഒക്കെയുള്ള മനോഹരമായിട്ടൊരു പുസ്തകമാണ് ഈ ബുക്ക് ഓഫ് യൂത്ത്. അതുകൊണ്ട് സർമൺ ഓൺ ദ മൗണ്ട് വായിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ബുക്ക് ഓഫ് യൂത്തും വായിക്കണം. വളരെ കാര്യങ്ങൾ എല്ലാ വേർഡും ശ്രദ്ധിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കാനായിട്ട് കഴിയും. ഞാൻ നിങ്ങളെ അതിനായിട്ട്
ഐ ആം എൻകറേജിങ് യു, പ്ലീസ് റീഡ് ദിസ് ബുക്ക്. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഈ 85 വേഴ്സസ് അതിനകത്ത് 50 വേഴ്സസ് നമുക്ക് ആ കോൺവെർസേഷനിൽ വി ക്യാൻ നോട്ടീസ് ദാറ്റ്. അങ്ങനെ വായിച്ചു കഴിയുമ്പോൾ വളരെ അനുഗ്രഹമായിട്ട് ഈ പുസ്തകം നമ്മളോട് ഇടപെടുന്നതായിട്ട് കാണാം. നോക്കൂ, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് വളരെ പെട്ടെന്ന് വരാം. ഒരു ചോദ്യത്തോടെ ഞാൻ ആരംഭിക്കാം. ഒരു ചോദ്യത്തോടെ. ഇത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ബൈബിളിൽ 2 ബുക്സ് ഈ വുമൺസ് നെയിമിൽ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? എസ്തേർ ആൻഡ് രൂത്ത്. വൺ ഓഫ് ദ 2 ബുക്സ് വിത്ത് വുമൺസ് നെയിം ഈസ് രൂത്ത്. ഇതിനകത്ത് ഈ രൂത്തിന്റെ ബുക്ക് എഴുതിയ കാലഘട്ടം, the background, the period of the book was, this story was taken place in the history. അതറിയണമെങ്കിൽ 1 നോക്കിയാൽ മതി. ചാപ്റ്റർ 1 verse 1. In the days when the judges ruled, there was a famine in the Judea എന്നാ വായിക്കുന്നത്. ജൂഡ. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. എലിമലേക്കും നവോമിയും why they plan to go to Moab and live. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, famine is only one reason, one more reason is there. അതെന്താന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ജഡ്ജസ് വായിക്കുമ്പോൾ 1 verse is always repeating. ആ വേഴ്സ് ഇതാണ്: In those days Israel had no king, everyone did as he saw fit. ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ ചെയ്തു. ഇതാണ് കാരണം. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഓൾമോസ്റ്റ് 9 or 10 times ഞാൻ മറ്റൊരിടത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത് തപ്പി എടുക്കാനായിട്ട് എൻ്റെ ശരീരം അനുവദിച്ചില്ല. ഓൾമോസ്റ്റ് 10 ടൈംസോളം ഈ വാക്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഫുൾ ആയിട്ട് അല്ലെ ഹാഫ് ആയിട്ട്. ജഡ്ജസ് ചാപ്റ്റർ 21 വേഴ്സ് ലാസ്റ്റ് അങ്ങനെയാണ് വായിക്കുന്നത്. ലാസ്റ്റ് വേഴ്സ് അങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ച പോലെ നടന്നു. 17 വേഴ്സ് 6 വായിക്കുന്നത് ഇൻ ദോസ് ഡേയ്സ് ഇസ്രായേൽ ഹാഡ് നോ കിങ്. 18 വേഴ്സ് 1 വായിക്കുന്നത് ഇൻ ദോസ് ഡേയ്സ് ഇസ്രായേൽ ഹാസ് നോ കിങ്. 19 വേഴ്സ് 1 സെയിം കാര്യം വായിക്കുന്നുണ്ട്. അങ്ങനെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം, ഈ കുടുംബം ഇസ്രയേലിൽ നിന്ന്, ബേത്ലഹേമിൽ നിന്ന്, ബേത്ലഹേം എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ബ്രെഡ്, ദ കിങ് ഓഫ് ഡേവിഡ്, where our Lord Savior took his birth. വളരെ പ്രോമിനന്റ് സിറ്റി ആയിരുന്നു ബേത്ലഹേം. പക്ഷേ അന്നത്തെ കാലത്തെ ജനം വഴിവിട്ടു പോകാനായിട്ടുള്ള കാരണം there was no king in Israel to rule them. എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മീയ കാര്യത്തിൽ അതുപോലെ തന്നെയാണ്. വേണ്ട പോലെ ജനത്തിന് കെയർ കൊടുക്കാത്ത, വചനം പറയാത്ത ആളുകളുള്ള കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് ലൈക്ക് സ്പിരിച്വൽ അനാർക്കി എന്ന് പറയാം. ഒരു അരാജകത്വമാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരു സ്പിരിച്വൽ അനാർക്കി ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നിയമമില്ലാത്ത രാജ്യം, there is no a country without rule. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിവൺ ക്യാൻ ഇമാജിൻ ദാറ്റ്? നിയമമില്ലാത്ത രാജ്യം. ഈ ന്യായപ്രമാണം വന്നപ്പം പാപം കഠിനമായി, അല്ലെങ്കിൽ ആ നിലയിൽ വായിക്കാൻ കാര്യം എന്നാന്നറിയുമോ? ഈ ലോ വന്നപ്പോഴാണ് മനസ്സിലായത് ചെയ്യുന്നതെല്ലാം തെറ്റാന്നുള്ള കാര്യം. അതാണ് അതിന്റെ അർത്ഥം. അതിനു മുമ്പ് ലോ ഇല്ല, എല്ലാം ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ. എനിക്ക് അങ്ങനെ പറഞ്ഞാൽ എങ്ങും തീരെയല്ല. കുറച്ച് കാര്യം പറയണ്ടേ. ഇവിടെ ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ എലിമലേക്ക് പോകുന്നു, നവോമി പോകുന്നു, മക്കൾ 2 പോകുന്നു. അതൊരു ഒരു ഒരു വലിയ കാര്യമായിട്ട് ചിന്തിക്കണ്ട. പലരും പോയി കാണും, പക്ഷേ ഈ കുടുംബത്തെ മാത്രം കർത്താവ് എടുക്കുകയാണ്. ഈ കുടുംബത്തെ മാത്രം എന്നറിയാമോ? എല്ലാവരും പോയ വഴിക്ക് പോയി, പക്ഷെ ഈ കുടുംബം തിരിച്ചു വന്നു എന്നാണ് വിഷയം. അല്ലെങ്കിൽ ഇവരെ നമ്മൾ അറിയുമായിരുന്നോ? അറിയല. അങ്ങനെ പോയൊരു കുടുംബം തിരിച്ചു വരും. നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. അങ്ങനെയെങ്കിൽ ഡ്യൂറിങ് ദ ടൈം ഓഫ് ജഡ്ജസ്, അതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. എപ്പോഴും ഓർത്തോണം. 2, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പുസ്തകത്തിനകത്ത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ദിസ് ഈസ് വൺ ബുക്ക് റിട്ടൺ ഇൻ ദ, അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ പേരിൽ
എഴുതിയ ആ 2 ബുക്കിൽ ഒരെണ്ണം ഇതാണ്. വൺ ഓഫ് ദ 2 ബുക്സ് വിത്ത് വുമൻസ് നെയിം. ഒന്ന് എസ്തേർ ആണ്. ഇവര് തമ്മിൽ, ഈ എസ്തേറും രൂത്തും തമ്മിൽ there is one difference. ഒന്ന്, Ruth from Gentile community, she came to Israel and lived as Israel. അല്ലേ? ഒരു ജെന്റൈൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇസ്രായേലിൽ വന്നു ഒരു ഇസ്രായേലൈറ്റ് ആയിട്ട് ജീവിച്ചു. ഇൻ ദ സെയിം വേ എസ്തേർ, she was Jew and she went to Persia and married a Gentile king and lived as a Gentile queen. വ്യത്യാസം കിട്ടിയോ? രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഒരാള് ജാതീയനെ കല്യാണം കഴിച്ചു, ജാതീയ സ്ത്രീയായിട്ട് അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടാണ്. പക്ഷേ 2 ബുക്കിനകത്തും when we go through both books we can find the hands of God. അതാണ് ഇന്നത്തെ പ്രധാന കാര്യം. അങ്ങനെ എസ്തറിനെ കാണാം, രൂത്തിനെയും നമുക്ക് കാണാം. ഇതിന് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, സിമ്പിൾ എക്സാമ്പിൾ, ക്രൂശിൽ കിടന്ന 2 റോബേഴ്സ് ഓൺ ദ ക്രോസ് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്യു ചാപ്റ്റർ, വായിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ മാത്യു ചാപ്റ്ററിനകത്ത് മാത്യു ചാപ്റ്റർ 27 ഒരു റെഫറൻസ് ഉണ്ട്. 27:44 നമ്മൾ വായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, അവിടെ 2 robbers they started to insult Jesus. 2 പേരോട് ഒരുമിച്ചാണ് യേശുവിനെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഓൺ ദ വേ ടു ദെയർ ഡെത്ത്, അവരുടെ മരണത്തിലേക്കുള്ള യാത്രയിൽ, വി ഡു നോട്ട് നോ, ഫ്രം സംവെയർ one robber changed his attitude towards Jesus. എവിടെ വെച്ചോ ഒരുത്തൻ എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. ആ വഴി ക്രൂശി കിടക്കുകയാണ്, 2 പേരും ഒരുമിച്ചാണ് ദുഷിച്ചത്. ഇതിന്റെ ഇടയിൽ എവിടെ വെച്ചോ ഒരുത്തൻ മാനസാന്തരപ്പെട്ടപ്പോൾ ഒരു കള്ളൻ നരകത്തിലും പോയി, ഒരു കള്ളൻ സ്വർഗത്തിലും പോയി എന്നതുപോലെ ഓർപ്പ മോവാബിലോട്ടും പോയി. രൂത്ത് ഈ ഒരൊറ്റ ഡിസിഷൻ, നമ്മൾ വായിച്ച 16 and 17, ഈ ഒരൊറ്റ ഡിസിഷൻ കൊണ്ട് തിരിഞ്ഞ് ഇസ്രയേലിലേക്കും വന്നു. ഇതാണ് ഇതിന്റെ രാഗ സമ്മറി. ഞാൻ പറഞ്ഞതിന്റെ ഒപ്പം നിങ്ങളുണ്ടോ? അതുകൊണ്ട് അങ്ങനെ ഒന്ന് നമ്മുടെ മനസ്സിൽ ഈ കാര്യത്തെ ഒന്ന് ചിന്തിച്ച് നമുക്ക് ഓരോന്ന് ചിന്തിച്ചു പോകാം. ഈ നമുക്ക് എല്ലാവർക്കും അറിയാം, രൂത്ത് എടുത്ത വളരെ പ്രധാനപ്പെട്ട ഡിസിഷൻ, നമ്മളിവിടെ വായിച്ച ഡിസിഷൻ, ഞാൻ അതിലേക്ക് വരാം, സമയമുണ്ടെങ്കിൽ വരാം. ആ ഒരൊറ്റ ഡിസിഷൻ രൂത്ത് എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രൂത്തിനെ ഓർപ്പയെ പോലെ മാത്രമേ നമ്മൾ കാണുകയുള്ളായിരുന്നു. കാരണം വേറെ ആരും അറിയാതെ ആ കേഴ്സ്ഡ് സിറ്റിയിൽ ജീവിച്ച് മരിച്ചു പോകേണ്ടിയിരുന്ന രൂത്ത്, എന്നാൽ നമ്മളിവിടെ വായിക്കുന്നത് ഈ രൂത്തിന്റെ പുസ്തകത്തിന്, നിങ്ങൾ അതിന്റെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് ഒന്ന് വന്നേ. ലാസ്റ്റ് ചാപ്റ്റർ 18 to 22 വായിച്ചാൽ, 18 to 22, this then is the family line of Persis എന്ന് പറഞ്ഞ് വായിക്കുന്ന വാക്യങ്ങൾ കണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, ഒരു കാരണവശാലും ഈ ജീനിയോളജി ഇവിടെ എഴുതേണ്ട കാര്യമില്ല. കാരണം ദാവീദ് ജനിച്ചിട്ടില്ല. സാധാരണ ജനിച്ചു കഴിഞ്ഞാണ് ജീനിയോളജി എഴുതി വെക്കുന്നത്, അല്ലയോ? ഈ സമയത്ത് ദാവീദ് ഇല്ല. എത്ര തലമുറ കഴിഞ്ഞാണ് ദാവീദ് വരുന്നത് എന്ന് നോക്കി. അങ്ങനെ ഞാൻ അതിനെ ഇങ്ങനെ അങ്ങ് പറയാം, ഡേവിഡിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആണെന്ന് കാണിക്കാൻ തമ്പുരാൻ മനഃപൂർവ്വം എഴുതി വെച്ചേക്കുകയാണ് ഈ ജീനിയോളജി ഇവിടെ. ഇതിന്റെ ആവശ്യമേ ഇവിടില്ല. ഇതിന്റെ എല്ലാം പിന്നിലെ കാര്യം എന്നാന്നറിയാമോ? ഹർ ഡിസിഷൻ. എന്ന് മാത്രമല്ല, നമ്മളൊക്കെ ന്യായമായിട്ടും നമ്മളൊക്കെ കോളേജിൽ പഠിച്ചപ്പോൾ, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ, ജോലിയിലൊക്കെ കയറിയപ്പോൾ നമ്മൾ പലരെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, ഇല്ലയോ? റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്.
നമ്മളെ പറ്റിയും പലരും എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരെയും റൈറ്റ് ഓഫ് ചെയ്യരുതെന്നാണ്. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടോ? സൺഡേയിലായിരുന്നെങ്കിൽ എനിക്ക് ഒരു 10-35 വരെ കാണാമായിരുന്നു, പക്ഷെ ഇപ്പൊ അത്ര പേരെ കാണത്തില്ലല്ലോ. എല്ലാവരെയും റൈറ്റ് ഓഫ് ആരെയും ചെയ്യരുത്. നമുക്കറിയില്ല, രൂത്തിനെ പോലെ ഒരാളെയാണ് ജാതീയ ഗണത്തിൽ നിന്ന് തമ്പുരാൻ തൻ്റെ രാജ്യത്തിന്റെ വേലയ്ക്കായിട്ട് വിളിക്കുന്നത്. നമ്മളൊക്കെയാണ് പണ്ട് രൂത്തിനെ റൈറ്റ് ഓഫ് ചെയ്യുമായിരുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നൊരു പാഠം നമ്മളിവിടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒരു 3-4 അറിവ് ഇന്ന് രാവിലെയും കൂടെ ഞാൻ നോട്ട് ചെയ്ത ഒരു 3-4 പ്രധാനപ്പെട്ട കാര്യം. ഈ ജൂവിഷ് റിലീജിയനിൽ അവര് ചില ബുക്കുകൾ അവർ പ്രത്യേക സാഹചര്യത്തിലാണ് വായിക്കുന്നത്. ചില ബുക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മള് കല്യാണത്തിന് വായിക്കുന്നതാണ് സങ്കീർത്തനം 45 അല്ലേ, 45. നമ്മൾ ശബോടക്കിന് വായിക്കുന്നതാണ് 1 Corinthians 15. ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പാട്ടുണ്ട് സമയാന്റെ രഥത്തിൽ നമ്മൾ സൺഡേ പാടുകയില്ല, അപ്പോൾ മാത്രമേ പാടുകയുള്ളൂ. അത് നമ്മുടെ സിസ്റ്റമാണ്. എന്ന് പറഞ്ഞ പോലെ ജൂവിഷിന് ചില ബുക്കുകൾ ഉണ്ടായിരുന്നു. ആ ബുക്കിന്റെ പേര് ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ബൈബിളിനകത്തെ രൂത്ത്, എസ്തർ, എക്ലീഷ്യാസിസ്, സോങ് ഓഫ് സോങ്സ് ആൻഡ് ലെമന്റേഷൻ ഓഫ് ജെറമായ, ഈ 5 പുസ്തകങ്ങളെ അവർ വിളിക്കുന്നത് മെഗീലോത്ത് എന്നാണ്. മെഗീലോത്ത്. ആ മെഗീലോത്ത് എന്ന് പറയാൻ കാര്യം, അവർ 5 സന്ദർഭങ്ങളിൽ ഇൻ 5 occasions they will read that whole book louder. ഈ 5 പുസ്തകം അവര് കോൺഗ്രിഗേഷനെ ലൗഡർ ആയിട്ട് വായിച്ചു കേൾപ്പിക്കും. ഞാൻ എല്ലാം പറയാനായിട്ട് സമയം എടുക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞാല് വർഷത്തിൽ they took 1 day fasting, all the Jews. During those days they will read the lamentation of Jeremiah louder. അങ്ങനെ വായിച്ച് അവരെ കേൾപ്പിക്കും. അങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്ന ഒരു സിസ്റ്റം അവരുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് പുരീം ഫെസ്റ്റിവൽ. ആ പുരീം ഫെസ്റ്റിവലിനകത്ത് അവര് ദ ബുക്ക് ഓഫ് എസ്തർ ദേ വിൽ റീഡ്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദേ വിൽ റീഡ് ദാറ്റ് ബുക്ക് പബ്ലിക്കലി. അതുപോലെ ദ ഡേ ഓഫ് പെൻഡക്കോസ്റ്റ് അല്ലെങ്കിൽ ദ ഡേ ഓഫ് ഹാർവെസ്റ്റ്, ദ ഫെസ്റ്റിവൽ ഓഫ് ഹാർവെസ്റ്റ്, അന്നവര് ഉറക്ക വായിക്കുന്ന പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം, ബുക്ക് ഓഫ് രൂത്ത്. അതുപോലെ നമ്മൾ വായിക്കുന്ന മറ്റൊരു ഈ കൂടാരപ്പെരുന്നാള്, ഫെസ്റ്റിവൽ ഓഫ് ടെന്റ്, കൂടാര പെരുന്നാളിന് അവര് ഈ സോങ് ഓഫ് സോളമൻ വായിക്കും. അതെന്നെ വായിക്കാൻ കാരണം എന്നറിയാമോ? കൂടാരപ്പെരുന്നാൾ എങ്ങനെയാണെന്നറിയാമോ? ഈ പനയുടെ ഓല കൊണ്ട് കെട്ടിയ ടെന്റിനകത്ത് പോയി താമസിക്കും. അങ്ങനെ പനയുടെ, നമ്മൾ മലയാളികളായി നമ്മൾ ഒത്തിരി ദുരഭിമാനികളാണ്, നമ്മളതൊക്കെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. പക്ഷെ ജൂവിഷ് അങ്ങനല്ല. അവരുടെ മക്കളെ എല്ലാം കൊണ്ടുപോയി ഒരു ദിവസം ഇതിനകത്ത് താമസിക്കുക. അന്നേരം ഈ ജൂൺ ജൂലൈ മാസത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഭയങ്കര വെയിലാണ്. ഈ വെയില്, ഈ ലൈറ്റ് ഇങ്ങനെ ഷാർപ്പായിട്ട് ഈ ഓലക്കീറിന്റെ ഇടയിൽ കൂടെ താഴെ വരുമ്പോൾ മക്കളെ ചോദിക്കും, നമുക്ക് ഈ മാൻഷൻസ് ഉള്ളപ്പോൾ എന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, നമ്മുടെ അപ്പന്മാർ ഇങ്ങനെയാണ് കർത്താവിനെ സേവിച്ചത്, നമ്മൾ അങ്ങനെ വന്ന് ഇവിടെ എത്തിയതാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവര് അവിടെ കിടന്നുകൊണ്ട് മക്കളെ എല്ലാവരും വായിച്ചു കേൾപ്പിക്കുന്ന പുസ്തകമാണ് എക്ലീഷിയാസ്റ്റിക്. അതിനകത്ത് എന്നെ എഴുതിയേക്കുന്നത് അറിയാവോ? എല്ലാം മായയാണ്. നമ്മുടെ വീടും എല്ലാം പോയി നമുക്കൊരു എക്സിറ്റ് ഉണ്ട്. നമ്മൾ കയറ്റത്തെ പേടിക്കും, രോദനക്കുരു ഭരിക്കാതെയൊക്കെ വരും. ഇത് വായിക്കുമ്പോൾ തന്നെ അവർക്ക് ഇതിന്റെ ആകെ ടോട്ടൽ മനസ്സിലാവും. പിടികിട്ടിയോ? അയ്യോ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ എക്ലീഷ്യാസ്റ്റിക് ഉടനെ ഒന്നും പ്രസംഗിക്കത്തില്ല, എന്നെ ഇങ്ങ് നോക്കിയോ. അങ്ങനെ അവർ അത് വായിച്ച് കേൾപ്പിക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ പാട്ട് പാടുന്ന പോലെ അവർ ഓരോ പുസ്തകങ്ങൾ എന്ത് ചെയ്യും, വായിച്ച് കേൾപ്പിക്കും. ശബത്ത് ഡേയിലാണ്, അല്ലെങ്കിൽ പാസ് ഓവറിന്റെ ആ വീക്കിലെ ശബത്ത് ഡേയിൽ അവർ സോങ് ഓഫ് സോളമൻ വായിക്കും. എന്നിട്ട് അവരുടെ ആത്മമണവാളനെ അവർ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അങ്ങനെ അവർക്ക് ഒത്തിരി ആ നിലയിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഓർത്തിട്ടുണ്ട്, നമ്മുടെയൊക്കെ ചർച്ചിൽ ഇടയ്ക്ക് 1-2 അധ്യായം വായിച്ച് ചുമ്മാ കേൾപ്പിക്കുന്നല്ലതാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. ആട്ടെ, നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് വരാം. എന്നെ പറ്റി ഒരു കംപ്ലൈന്റ് കൂടെ ഉണ്ട്. കാര്യം ഞാൻ അല്പം 5 മിനിറ്റ് 10 മിനിറ്റ് കൂടി പോകുന്നുള്ള കാര്യം ഞാൻ അത് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീരാത്തതുകൊണ്ട് കേട്ടോ. കാരണം എനിക്കിത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇതൊന്ന് പറഞ്ഞു തീർക്കണ്ടേ, ഇതല്ലേ ഞാൻ എവിടെ കൊണ്ട് ഇത് പറയുന്നേ. ആട്ടെ, ഇങ്ങനെ ഈ രൂത്തിന്റെ പുസ്തകത്തിനകത്തോട് വരുമ്പോൾ ഇത്രയും കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ ഹാർവസ്റ്റിന്റെ സമയത്ത് ജാതികളിൽ നിന്ന് വന്ന ഒരു രൂത്ത്, ഷീ വെൻ ഫോർ
എന്താ പറയാ, അവിടെ ചെന്ന് കളക്ടിങ് ആ ബാർലിയും ആ വീറ്റും ഒക്കെ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് രൂത്ത് പോകുന്നു. That Ruth became the great great grandmother of their King David. എന്നതുകൊണ്ട് അവരെ ഹാർവസ്റ്റിന്റെ സമയത്ത് they all will read the book of Ruth. ഈ ബുക്കിന് അങ്ങനെ ഒരു പശ്ചാത്തലവും ഉണ്ട് എന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണ്. നോക്കൂ, അങ്ങനെ നമുക്ക് അല്പം ഈ ഇതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. അങ്ങനെ അപ്പത്തിന്റെ വീട് ബേഥലഹേം, അപ്പത്തിന്റെ വീട്ടിൽ നിന്ന് കേഴ്സ്ഡ് സിറ്റി മോവാബിലേക്ക് അവർ പോകുന്നു. അവിടെ ചെന്നിട്ട് ചരിത്രം നോക്കിയാൽ ഓൾമോസ്റ്റ് 10 years they all lived there. അവർക്ക് ലഭിച്ചത് ഹസ്ബൻഡ് ഡൈഡ്, എലിമേലെക്ക് ഡൈഡ് ആൻഡ് both their children they all left from them. അവരെ വിട്ടുപോയി. എന്നിട്ട് 2 മരുമക്കളും ഒരമ്മയും മാത്രം ശേഷിക്കുന്നു. നമ്മൾ ആ കുടുംബത്തെ ഒന്ന് ഇമാജിൻ ചെയ്യണം. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താണെന്നറിയാമോ? ദൈവത്തെ വിട്ടുപോകുന്നവരുടെയൊക്കെ അവസ്ഥ ഫൈനൽ ഇങ്ങനെ ആയിരിക്കും. ആദ്യം ഒരു കുഴപ്പവും കാണുകയില്ല, പക്ഷേ കാലങ്ങൾ കഴിയും തോറും, ഞാൻ നിങ്ങളോട് കാര്യം പറയാം, ദൈവത്തെ അന്വേഷിക്കുന്നവന്റെ തലമുറയും ദൈവമില്ലാത്തവന്റെ തലമുറയും കഴിഞ്ഞ ഒരു 5 ജനറേഷൻ പഠിച്ചു നോക്കണം. നിശ്ചയമായിട്ടും ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ മോവാബിലേക്ക് പോകുന്നു, അവരൊന്നുമില്ലാത്തവരായിട്ട് അവിടെ ആകുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഈ നവോമി, ഞാൻ രൂത്തിനെക്കായിട്ടും നവോമിയെ പറ്റി ചില കാര്യങ്ങൾ പറയാം. കാരണം നമ്മളെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ നവോമിയുടെ കാര്യമാണ് അന്ന് പറഞ്ഞു ഞാൻ നിർത്തിയത്. നോക്കൂ, ഈ നവോമി എന്ന് പറയുന്ന ആ സെർവന്റ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ ദാസി എന്ന് പേര് കൊടുക്കാം. കാരണം രൂത്തിനെ രൂത്താക്കിയത് നവോമിയാണ്. നമ്മൾ ഈ ഓൾ ബുക്ക് വായിച്ചാൽ രൂത്തിനെ പറയുന്നതിനേക്കാൾ നവോമിയുടെ കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. വളരെ വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ നവോമിയുടെ കാര്യം ഇതിനകത്ത് മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന കാണാം. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യം, ഒരു പ്രീസ്റ്റ്, ഒരു പാസ്റ്റർ രൂത്തിന് ഇസ്രയേലിന്റെ ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നവോമി explained well to her daughter about the God of Israel. മനോഹരമായിട്ട് ഞാൻ ഒടുവിൽ ഒരു 2-3 കാര്യം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു നിർത്താം. അപ്പോൾ ഞാൻ അതിന്റെ കാര്യം പറയാം. അത്ര മനോഹരമായിട്ട് നിങ്ങൾ ഓർക്കണം, ഒരു ജാതീയ സ്ത്രീ ദേവന്മാരെ സേവിക്കുന്ന, നമ്മൾ ഓർപ്പയെ പറ്റി വായിക്കുന്നത് she went back to her home to serve her gods എന്നാണ് വായിക്കുന്നത്. അവളുടെ ദേവന്മാരെ സേവിക്കാനായിട്ട് മോവാബിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ജാതിയായ വെറും കേഴ്സ്ഡ് സിറ്റിയിൽ വളർന്ന പിശാചിനെ സേവിച്ചു കൊണ്ടിരുന്ന രൂത്തിനെ വളരെ വിതിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഷീ ബിക്കം ഇസ്രയേൽ. ആ രൂത്തിന് പറഞ്ഞു കൊടുത്തത് ഒരു പ്രീസ്റ്റ് അല്ല, എലീമലേക്കല്ല, മറ്റു മക്കൾ ആരുമല്ല, നവോമിയാണ് ഇസ്രയേലിന്റെ ദൈവത്തെ പറ്റി രൂത്തിന് പറഞ്ഞു കൊടുത്തത്. സ്തോത്രം. അങ്ങനെ മനോഹരമായിട്ട് ആ കോൺവെർസേഷൻ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോ ഈ നവോമിയുടെ വളരെ വളരെ ഒരു പ്രത്യേകത ഞാൻ പറയാം. നമുക്കറിയാം, ഈ മദർ ഇൻ ലോയും ഡോട്ടർ ഇൻ ലോയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി കോംപ്ലക്സ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. വളരെ കോംപ്ലക്സ് ആണ്. എന്നാൽ ഈ രാജ്യത്ത് അത് അത്രയും പ്രശ്നമാകുന്നില്ല, കാരണം എല്ലാവരും സെപ്പറേറ്റ് താമസിക്കുന്നുണ്ട്. എന്നാൽ ഈ നവോമിയെ പറ്റി നമ്മൾ ഈ പുസ്തകം വായിച്ചാൽ നവോമിയെ പറ്റിയും രൂത്തിനെ പറ്റി ബോവസിനെ പറ്റി എഴുതിയേക്കുന്നത് നിങ്ങൾ നോട്ട് ചെയ്താൽ മൈ ഡോട്ടർ എന്നല്ലാതെ വിളിക്കുന്നേ ഇല്ലെന്നുള്ളതാണ്. എന്റെ മകൾ എന്നാണ് നവോമി ഇതിനകത്ത് മുഴുവൻ വിളിക്കുന്നത്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോവാം. നിങ്ങൾ എന്നെ ആ വാക്യത്തിലൂടെ തന്നെ ഒന്ന് വരണം. ഇവിടെ രൂത്തിന്റെ കൂടെ
അല്ലെങ്കിൽ നവോമിയുടെ കൂടെ ദേ ലീവ് ടുഗദർ അണ്ടർ വൺ റൂഫ്. ഒറ്റ റൂഫിന്റെ അടിയിലാണ് താമസിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നവോമി പറഞ്ഞു കൊടുത്തതാണോ അതോ നവോമിയിൽ നിന്ന് കണ്ടതാണോ എന്ന് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം. കാരണം പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യതയില്ല. ഹെർ ലൈഫ് ഇറ്റ്സെൽഫ് വാസ് എ മെസ്സേജ്. ജീവിതം തന്നെ മെസ്സേജ് ആയിരുന്നു. അത് നമുക്ക് ഈ വേദഭാഗം വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ നോക്കൂ, നമ്മളൊക്കെ ഈ സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഒത്തിരി പരിപാടിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ഇല്ലയോ? സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയാം, വീട്ടിൽ സ്വാധീനം ചെലുത്താത്ത ഒരാൾക്ക് സഭയിലും പറ്റുകയില്ല, സൊസൈറ്റിയിലും പറ്റുകയില്ല. കാരണം നമ്മള് സൊസൈറ്റിയിൽ നിന്ന് പതിയെ വീട്ടിലോട്ട് വരാനായിട്ടാണ് നോക്കുന്നത്. നോ, അങ്ങനല്ല. വീട്ടിൽ നിന്ന് സൊസൈറ്റിയിലോട്ട് പോകണം. അതാണ് രൂത്തിന്റെ ബുക്ക്. കാരണം നവോമി തുടങ്ങുന്നത് വീട്ടിലാണ്. സൊസൈറ്റി മുഴുവൻ പ്രശ്നമാണ്, പക്ഷെ വീട്ടിൽ തുടങ്ങുന്നു. വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് സൊസൈറ്റിയിലേക്ക് എത്തുകയാണ്. അതാണ് നവോമിയുടെ ജീവിതത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ്. നമുക്കറിയാം, ഒരു ജാതീയ സ്ത്രീയെ നവോമി ഷീ ഇൻഫ്ലുവൻസ്ഡ് മച്ച് എ ജെന്റൈൽ വുമൺ. എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നമ്മുടെ ആ ന്യൂ ടെസ്റ്റ്മെന്റ് ലാംഗ്വേജ് പറഞ്ഞാൽ, only one soul Naomi was gained for the kingdom of God, that is Ruth. വേറെ ആരും നേടിയതായിട്ട് കാണുന്നില്ല. ഒരാളെ മാത്രം നേടി. അത് രൂത്തിനെയായിരുന്നു. പണ്ടൊരു കഥ, സാജിമാത് സാർ പറഞ്ഞൊരു കഥ ഇപ്പൊ ഞാൻ ഓർത്താണ് ആ കഥ. അതുകൊണ്ട് അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരിക്കലും ഒരു പന്നി ഒത്തിരി ജാട ഇറക്കിയിട്ട് പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ടെന്ന് പറഞ്ഞു. അന്നേരം പന്നി പറഞ്ഞു, മക്കളെ എല്ലാം ഒന്ന് കാണട്ടെ എന്ന്. മറ്റ് ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം പറഞ്ഞപ്പോ 10 പന്നിക്കുട്ടികളാണെന്ന് ചോദിച്ചു. ആ, പന്നിക്കുട്ടികൾ. അന്നേരം അവിടെ ഒരു സിംഹി ഉണ്ടായിരുന്നു. സിംഹം പറഞ്ഞു, എനിക്കൊരെണ്ണേ ഉള്ളൂ, ദാറ്റ് ഈസ് ലയൺ എന്നാണ് പറഞ്ഞത്. എനിക്ക് ഒന്നേ ഉള്ളൂ, അത് സിംഹാണ് എന്നാണ് ആ സിംഹി പറഞ്ഞത്. നോക്കൂ, ഒരാളെ നേടിയുള്ളൂ, പക്ഷേ ആ നേടിയത് രൂത്തിനെയായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതം ഒരു 50% ഒക്കെ കഴിഞ്ഞവരാണ് നമ്മൾ മിക്കവരും. 60 70 ഒക്കെ ആയവരായിരിക്കും, അല്ലെ 25. ഇന്ന് വരെ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതം കണ്ട് ഒരാളെങ്കിലും സ്വാധീനിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒറ്റ ഒരാളെങ്കിലും. നമ്മളിങ്ങനെ പ്രസംഗമൊക്കെ കേട്ട് ആനന്ദിച്ചു പോകാൻ ഭയങ്കര സുഖമാണ്. പാസ്റ്റർ ഒത്തിരി ഇൻഫർമേഷൻ കൊണ്ടുവന്നു. ഒരു ഇൻഫർമേഷൻ കൂടുന്തോറും അടിയുടെ കനം കൂടുകയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും കാലമായിട്ട് നാഥന് വേണ്ടി ജീവിച്ചിട്ട് ഒരാളെങ്കിലും, ഈവൻ എ സിംഗിൾ വൺ ക്യാൻ ബി ഇൻഫ്ലുവൻസ് ത്രൂ അവർ ലൈഫ്. വാക്കുകൾ പറയാൻ അവസരം ഉണ്ടായെന്ന് വരികയില്ല. എൻ്റെ ജീവിതത്തെ നോക്കണം. അങ്ങനെ വളരെ പ്രശസ്തരായ ദൈവദാസന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, വാച്ച് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തെ നോക്കണം. ഇതൊരു ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് സുവിശേഷം പറയാൻ പറ്റിയല്ലായിരിക്കാം, യാത്ര ചെയ്യുന്നിടത്ത് പറ്റിയല്ലായിരിക്കാം, പക്ഷേ എൻ്റെ ലൈഫ്, എൻ്റെ ഇടപെടൽ, ഞാനൊരു ക്രൈസ്റ്റ് ഫോളോവർ ആണെന്നറിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഇവിടെ നവോമിയിൽ നിന്ന് ആ പാഠം പഠിക്കണം. അത് ആരെയാ സ്വാധീനിച്ചത്? ഒരു കേഴ്സ്ഡ് സിറ്റിയിൽ വളർന്ന രൂത്തിനെ 10 തലമുറ പോലും ദൈവസന്നിധി ചെല്ലാൻ എന്താ പറയാ, അവർക്കതിനുള്ള they are not eligible, they are under a curse. Still the life of Naomi influenced a Gentile woman, Ruth. ഇതൊരു ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. ഇനിയും നിങ്ങൾ നോക്കിയേ, എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇന്ന് വായിച്ച ആ കീ വേർഡ് 16 and 17 chapter 1 ഒന്ന് സ്ട്രെസ് ചെയ്ത് വായിച്ചു നോക്കിയേ, എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തെന്ന്. അത് ആ ഇൻഫ്ലുവൻസ് ചെയ്തത് അറിയണമെങ്കിൽ നമുക്ക് ഈ നവോമി
നിങ്ങൾ ഇതിന്റെ 6 മുതൽ വേഴ്സസ് 6 to 15 വായിച്ചാൽ നവോമി എങ്ങനെങ്കിലും ഇവരെ സംഹൗ ദേ വാണ്ട് ടു ലെഫ്റ്റ്, അവര് പോണം, അതിനുവേണ്ടി എന്തെല്ലാം പറയാമോ അതെല്ലാം നവോമി പറയുന്നുണ്ട്, ഇല്ലയോ? എനിക്കിനി വേറെ ആമക്കളുണ്ടോ? ഇല്ല. ഞാൻ ഇനി കല്യാണം കഴിച്ചൊരു കുഞ്ഞുണ്ടായാൽ നിങ്ങൾക്ക് എത്ര വയസ്സാവും? അങ്ങനെ സാധ്യതയില്ല. ഇനി ഇന്ന് രാത്രി തന്നെ ഒരു കുഞ്ഞുണ്ടായാൽ അങ്ങനെ സാധ്യതയില്ല. നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞ് വളരെ വളരെ അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഡോണ്ട് കം വിത്ത് മീ, എന്റെ കൂടെ വരരുത്. ഇങ്ങനെ പറഞ്ഞപ്പം ഞാന് ഒരു പക്ഷെ നവോമി പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോ ഉണ്ടല്ലോ, ഈ രൂത്തിന്റെയും ഹൗ രൂത്ത് ആൻഡ് ഓർപ്പ റെസ്പോണ്ടഡ് ടു നവോമി എന്നുള്ളത് മനോഹരമാണ്. വേഴ്സസ് 8 and 9 വായിക്കുമ്പോൾ അവിടെ ഒരു 2 വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 വാക്ക് they wept aloud എന്ന് 2 പ്രാവശ്യം കാണാം. എന്ന് പറഞ്ഞാൽ നവോമി പറയുകയാണ്, നിങ്ങൾ ആ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, 8, 9. Then Naomi said to her 2 daughters-in-law, go back, each of you, to your mother's home. May the Lord show kindness to you as you have shown to your dead and to me. May the Lord grant that each of you will find rest in the name of another husband. Then she kissed them and they wept aloud and said to her, we will go back with you to your people. എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഉറക്ക കരഞ്ഞു മരുമക്കള് പിരിയാനായിട്ട്. അത് നമ്മൾ ആ സെൻസിൽ വായിച്ചാൽ അറിയാം എത്രമാത്രം സ്വാധീനിച്ചിരുന്നു. നിങ്ങൾ പോണമെന്ന് മാത്രം പറയുകയല്ല, നമുക്ക് അവിടെ വായിക്കുമ്പോ 2 blessing verse കാണാം. 2 blessing verse is there. നവമി അവരോട് പറയുന്ന 2 blessing verse 8 and 9 അകത്തുണ്ട്. യഹോവ നിങ്ങളോട് ദയ ചെയ്യട്ടെ, how God shown mercy on you. രണ്ടാമത്തെ കാര്യം, ദൈവം നിങ്ങളോട് കരുണ ചെയ്യട്ടെ. 2 ബ്ലെസ്സിംഗ് വേർഡ് അവിടെ കണ്ടോ, കരുണ ചെയ്യട്ടെ, കൃപ ചെയ്യട്ടെ. ഇത്രയും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയേ, ഒരു മദറിലോ മരുമക്കളോട് പറയുന്ന ആ വാക്കുകൾ നോക്കി. അങ്ങനെ കൂടെ താമസിക്കുന്ന ഒരാളാണ്. ഇപ്പം സഭയിൽ വരുന്ന ഒരാൾക്ക് പ്രബോധിപ്പിക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ വീട്ടിൽ പ്രബോധനം പറ്റുമോ? ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പരസ്പരം അറിയാമല്ലോ. ഇല്ല, ഞാൻ ഈ സ്പേസിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളെന്നല്ല, ഞാൻ വെറും സാധാരണ നോർമൽ മനുഷ്യനായിട്ട് ഭൂമിയിൽ നിൽക്കുന്നു. ഞാൻ സൂപ്പർ നാച്ചുറൽ ബീയിങ് അല്ലെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നാച്ചുറൽ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. വീട്ടിൽ എക്സോർട്ടേഷൻ നൽകുകയാണ്. 2 ബ്ലെസ്സിങ് മരുമക്കളോട് പറയുക. ഞാൻ ഈ പറഞ്ഞു വരുന്നത് അത്രയും സ്വാധീനിച്ചു. എന്നിട്ട് വേഴ്സ് 11, 12, 13 വായിച്ചാൽ 3 പ്രാവശ്യം നവോമി വിളിക്കുക, മൈ ഡോട്ടേഴ്സ്, മൈ ഡോട്ടേഴ്സ്, മൈ ഡോട്ടേഴ്സ്, 3 times. ആ 3 പ്രാവശ്യം വിളിച്ചിട്ട് നവോമി ഈസ് ആസ്കിങ് 4 questions. നിങ്ങൾ ആ വാക്യം, എനിക്ക് 4 questions ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഐ ഹാവ് നോട്ട് ടൈം ടു എക്സ്പ്ലെയിൻ ഓൾ ദോസ് തിങ്സ്. 4 ചോദ്യം ചോദിച്ചിട്ട് 3 പ്രാവശ്യം എന്റെ മക്കളെ, എന്റെ മക്കളെ, എന്റെ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു പോകണം. നിങ്ങളുടെ നാട്ടാണ് നിങ്ങൾക്ക് നല്ലത്, എന്റെ കൂടെ വരരുത്. നവോമി എന്ന വാക്കിന്റെ അർത്ഥം സ്വീറ്റ്നെസ്, ഹണി എന്നൊക്കെയായിരുന്നു. നൗ മൈ നെയിം ആൻഡ് ദ മീനിങ് ആൻഡ് മൈ ലൈഫ് സ്റ്റൈൽ, എവറിത്തിങ് ഈസ് ചേഞ്ച്, സോ ഡോണ്ട് കം വിത്ത് മീ ടു ഇസ്രായേൽ. അങ്ങനെ പറഞ്ഞ് എന്റെ മക്കളെ എന്ന് പറഞ്ഞ് അവരെ എന്താ പറയാ, ചുംബിച്ച് പൊട്ടിക്കരയുകയാണ്. 13ാമത്തെ വാക്യം വരെ ആ നവോമിയും രൂത്തും എസ്തേറും തമ്മിൽ പിരിയുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. അങ്ങനെ അടുത്ത വാക്യം 14ാം വാക്യം വേഴ്സ് 14 വായിക്കുന്നത്, at this they wept again. Then Orpha kissed her mother-in-law goodbye, but Ruth clung to her. നിങ്ങൾ വാക്ക് കണ്ടോ? ഇത്രയും പറഞ്ഞപ്പം ഓർപ്പ പോയില്ലേ അത്ഭുതമുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എത്ര വട്ടം പറഞ്ഞിട്ടാ. അതുകൊണ്ട് ഓർഫയെ നമ്മൾ ഒരു പരിധിക്കുള്ളിൽ കുറ്റം പറയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ നിർബന്ധിച്ച് പോണം. പക്ഷേ
ആ പോയപ്പോൾ അവിടെ ഓർപ്പ വൈ ഷി റിട്ടേൺ ബാക്ക് ടു ഹെർ മദർലാൻഡ് എന്നുള്ളത്, അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, നിന്റെ ദേവന്മാരുടെ അടുക്കലേക്ക് പോകുക എന്നാണ് 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. Naomi, your sister-in-law is going back to her people and her gods. Go back with her. 10 വർഷമായിട്ടും നവോമിയുടെ ജീവിതം രൂത്തിനെ സ്വാധീനിച്ചതുപോലെ ഓർപ്പയെ സ്വാധീനിച്ചില്ല. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നവോമി ആയിരുന്നില്ല പ്രശ്നക്കാരി ഓർപ്പയായിരുന്നു. അവിടുത്തെ ഒരു പ്രധാന വാക്ക് നിങ്ങൾ കണ്ടോ, തന്റെ ജനത്തിന്റെ അടുക്കലേക്ക് പോയി എന്നല്ല, തന്റെ ദേവന്മാരെ വീണ്ടും സേവിക്കാനായിട്ട് പോയി എന്നാണ് അവിടെ വായിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ നോക്കൂ, നമ്മളൊന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കിയേ. എൻ്റെ മക്കളെ എന്ന് വിളിച്ച് 4 ചോദ്യം പറയുക. 4 ചോദ്യത്തിനകത്തും യു ഷുഡ് ഗോ ബാക്ക് ടു യുവർ മദർലാൻഡ്. അതാണ് ആ ചോദ്യത്തിന്റെ എല്ലാം പിന്നിലെ കാര്യം. എന്നിട്ട് ഒരു ഓർപ്പ ഡിസിഷൻ എടുത്ത് പോകുമ്പം നാച്ചുറലായിട്ട്, നൈസർഗികമായിട്ട് രൂത്തും പോകേണ്ടതാണ്. രൂത്ത് ഈ ഓർപ്പ പോയതും നവോമിയുടെ 4 ചോദ്യങ്ങൾക്കും മറുപടി എന്ന വണ്ണമാണ് 16 and 17 പറയുന്ന വാക്യങ്ങൾ. ആ കോണ്ടസ്റ്റിലെ വാക്യം വായിച്ചു നോക്കി. 16 and 17 നവോമി പറയുന്ന വാക്യതാണ്, രൂത്ത് പറയുന്നതാണ്, ആദ്യം രൂത്ത് നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുതേ. അടുത്ത വാക്ക്, നീ പാർക്കുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അതിനധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. വാട്ട് എ സ്ട്രോങ് ഡിസിഷൻ. ഹോൾ ബൈബിൾ നോക്കിയാൽ യു കനോട്ട് ഫൈൻഡ് എനി സച്ച് എ ഡിസിഷൻ ടേക്കൺ ബൈ എനിവൺ എൽസ്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത ഒരാളെ പോലും ബൈബിളിൽ കാണത്തില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ നമ്മളിപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ചർച്ചിൽ ഒരു പിരിവ് നടത്തുക എന്ന് കൂട്ടിക്കോ. ആദ്യം പിരിവേറ്റ ആള് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ $100 എന്ന് പറഞ്ഞെന്ന് കൂട്ടിക്കോ. $100. പുറകെ വരുന്നവരൊക്കെ എന്നാ പറയും? 90, 70, മാക്സിമം 100. അതിന്റെ അപ്പുറത്തോട്ട് പോവില്ല. എന്നാൽ ആദ്യം എഴുന്നേറ്റ ആള് 1000 പറഞ്ഞാലോ ഓട്ടോമാറ്റിക്. അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പിരിവൊക്കെ പറയാൻ നേരത്തെ ആദ്യം കൊടുക്കുന്ന ആളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതുകൊണ്ടാണ്. ബാക്കി രഹസ്യമൊന്നും വെളിപ്പെടുത്തുകയില്ല. ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് പെട്ടെന്ന് സ്വാധീനിക്കുന്നത്. എന്നാൽ രൂത്തിനെ അത് സംഭവിച്ചില്ല. അമ്മായിമ്മ പൊക്കോളാൻ പറഞ്ഞു, പല പ്രാവശ്യം പൊക്കോളാനായിട്ട് പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഓർപ്പ കേട്ട് പോവുകയും ചെയ്തു. പക്ഷേ അതൊന്നും രൂത്തിനെ സ്വാധീനിച്ചില്ലെന്നുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. ഇനിയും ഞാൻ ജാതീയ ദേവന്മാരുടെ അടുക്കൽ പോകത്തില്ല, ഇനിയും ഞാൻ സേവിക്കാമെങ്കിൽ I will serve the Lord of Israel. Your people is my people, your God is mine എന്നൊരു തീരുമാനം എടുക്കാനുള്ള കാരണം നവോമിയുടെ ജീവിതമായിരുന്നു എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത്. അത്രയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ തീരുമാനം നവോമി എടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? ഇവിടെ ഈ അഡ്വഞ്ചർ ആയിട്ടുള്ള ഡിസിഷൻ രൂത്ത് എടുത്തതിന്റെ പിന്നിലെ കാര്യം നവോമിക്ക് ദൈവത്തോടുണ്ടായിരുന്ന ബന്ധമായിരുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല. അവള് ഈ ഇസ്രായേലിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഡിസിഷൻ വായിച്ചാൽ വൺ ഡേ ഐ വിൽ മാരി എ ബോസ് എ റിച്ച് മാൻ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു? നോ.
ഐ വിൽ ഗിവ് എ ബർത്ത് ടു ഓബേദ്, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ? ഇല്ല. ഐ വിൽ ബി എ ഗ്രാൻഡ് മദർ ഓഫ് കിങ് ഡേവിഡ്, അല്ലെങ്കിൽ ദ ഗ്രാൻഡ് മദർ ഓഫ് അവർ ലോർഡ് ജീസസ്, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഒറ്റ ഡിസിഷനേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ എന്താ പറയാ, ഞാന് ഓബേദിന് ജന്മം നൽകുമെന്നോ, ഷി നെവർ തോട്ട് ദാറ്റ്. അങ്ങനെ ഒരു ഡ്രീം പോലും ഉണ്ടായിരുന്നില്ല. ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, നീ പാർക്കുന്നയിടത്ത് ഞാനും പാർക്കും. നീ ഇനി നമ്മൾ അടുത്ത ആഴ്ച കൂടെ ചിന്തിക്കും, രൂത്ത് കഴിച്ച ആഹാരത്തിന്റെ ബാക്കി വന്നത് അമ്മായിമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്നത് പകല് സൂക്ഷിച്ചു വെച്ചിട്ട് വൈകിട്ട് വീട്ടിൽ വരുമ്പോ അമ്മായിമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത്രമാത്രം വെരി കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ എത്ര മനോഹരമായൊരു ബന്ധമാണ് രൂത്തും നവോമിയും എന്നുള്ളത് മനോഹരമായിട്ട് പഠിക്കേണ്ടതാണ്. ഞാൻ ഇവിടെ ഒരു സാദൃശ്യം പറയാം, വെറും സാദൃശ്യമാകട്ടെ, വെറും സാദൃശ്യം. നവോമിയുടെ ലക്ഷ്യം രൂത്തിനെ ബോവസിന്റെ അടുക്കൽ എത്തിക്കുക എന്നതാണ്. അവിടെ കൊണ്ട് തീരുകയാണ്. ഇതുപോലെയാണ് ഹോളി സ്പിരിറ്റും തമ്മിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ നവോമിയോ രൂത്തോ ഹോളി സ്പിരിറ്റ് ആണെന്ന് പറഞ്ഞില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇതുപോലെ തന്നെയാണ് ഹോളി സ്പിരിറ്റും തമ്മിൽ വർക്ക് ചെയ്യുന്നത്. ആത്മമണവാളനായ യേശുവിന്റെ അടുക്കൽ എത്തിക്കുക. സ്തോത്രം. ആ രൂത്തിന്റെ അടുക്കൽ, രൂത്ത് ബോവസിന്റെ അടുക്കൽ എത്തിയപ്പോ നവോമിയുടെ ജോലി തീർന്നു. പക്ഷെ ഹോളി സ്പിരിറ്റിന്റെ ജോലി യേശുവിന്റെ അടുക്കൽ എത്തിക്കുക എന്ന് മാത്രമല്ല, നമ്മളെ എത്തിച്ചു. സ്റ്റിൽ ഹി ഈസ് വർക്കിംഗ് ഇൻ us. നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സിമ്പിൾ ഡിസിഷൻ ആയിരുന്നില്ല. സ്വന്തം ജനത്തെ വിട്ട്, പിതൃഭവനത്തെ വിട്ട്, ദേവന്മാരെ വിട്ട്, തന്റെ നാട് എന്നേക്കുമായിട്ട് വിട്ട് ഇസ്രയേലിന്റെ ദൈവത്തെ സേവിക്കാനായിട്ട് വന്നു എന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ കഥ എഴുതി തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കാലത്ത് ഇസ്രയേലിൽ there was no king. നവോമിക്ക് മോവാബിൽ ചെന്നപ്പം ഒരു പ്രീസ്റ്റ് ഇല്ലായിരുന്നു ടു ഇൻസ്ട്രക്ട് ഹർ. അപ്പോഴും നവോമി ആത്മീയമായിട്ട് ജീവിച്ചു. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്നറിയാമോ? സാഹചര്യം, നമ്മുടെ സർക്കംസ്റ്റാൻസസ് മേ നോട്ട് ബി ഗുഡ് ടു ലീവ് എ സ്പിരിച്വൽ ലൈഫ്. അതൊരു എക്സ്ക്യൂസ് ആക്കരുത് എന്നുള്ളതാണ്. അതൊരു എക്സ്ക്യൂസ് ആക്കരുത്. ഈ കുടുംബം എന്നിട്ടും ദൈവത്തെ സേവിച്ചു എന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ്, വളരെ അത്ഭുതകരമായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരു വളരെ പെട്ടെന്ന് തന്നെ എന്റെ ശബ്ദം കേൾക്കാമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ. ഒരു ഈ നവോമി മോവാബിൽ നിന്ന് പുറപ്പെട്ടു. രൂത്തും നവോമിയും ഓർപ്പയും പുറപ്പെട്ടെന്നാണ് വായിക്കുന്നത് കേട്ടോ. 1:6-7 വായിച്ചാൽ എവിടെ വെച്ചോ ആണ് ഇവർ തമ്മിൽ പിരിയുന്നത്. എവിടെ വെച്ചോ പിരിയുന്നു. ക്രൂശിലെ കള്ളനെ പോലെ എവിടെ വെച്ചോ ഒരുത്തൻ നരകത്തിലും പോകുന്നു, ഒരുത്തൻ സ്വർഗത്തിലും പോകുന്നു എന്ന് പറഞ്ഞ പോലെയാണ് കൃത്യം ഇവിടെ. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പുറപ്പെട്ടെന്ന് 2 പ്രാവശ്യമുണ്ട്. മോവാബ് വിട്ടാറെ ഓൺ ദ വേയിലാണ് തിരിഞ്ഞു പോകുന്നത്. സ്തോത്രം. ഇവിടെ ഈ യാത്രയിൽ, ഈ ഇസ്രയേലിലേക്കുള്ള യാത്രയിൽ 3 കാര്യം നവോമി രൂത്തിനെ പഠിപ്പിച്ചു. 3 important lessons നവോമി taught her daughter. 3 കാര്യം. ഒന്നാമത്തെ കാര്യം ഞാൻ അടുത്ത ആഴ്ച എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നവോമി രൂത്തിനെ ഷീ കെയർ ഫോർ ദ രൂത്ത്, തനിക്ക് വേണ്ടി കരുതുന്നവളാണ് ഞാൻ എന്ന കാര്യം നവോമി രൂത്തിനെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. രൂത്ത് ചോദിച്ചു കാണും, മൈ ഹസ്ബൻഡ് ഡൈഡ് ആൻഡ് യുവർ ഹസ്ബൻഡ് ഡൈഡ്, നോ വൺ വാസ് വിത്ത് us. ആരുമില്ല. ഹൂ വിൽ ഗിവ്, വേർ ഇസ് അവർ ഹൗസ്, വേർ വി വിൽ ലീവ്, ഹൂ വിൽ ഗിവ് ദ ഫുഡ്, ഹൂ വിൽ ഗിവ് ദ ജോബ്. വർഷം 10 ആയിട്ട് ഒരിടത്ത് താമസിക്കല്ലേ, എന്നെ ചെയ്യും? ആ യാത്രയിൽ നവോമി രൂത്തിനോട് പറഞ്ഞു കൊടുത്തു, അനാഥരെയും വിധവയെയും കൈവിടാതെ കരുതുന്ന
ഹാർവസ്റ്റ് നടക്കുമ്പോൾ ഗ്ലീനിങ് ചെയ്യാവുന്ന ഒരു നാടാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഗോഡ് വിൽ കെയർ എന്ന സത്യം അവരെ പഠിപ്പിച്ചു. ദ പ്രൊവിഷൻസ് ഓഫ് ഗോഡ് എന്ന കാര്യം നവോമി രൂത്തിനെ പഠിപ്പിച്ചു. അനാഥരെ കൈവിടാത്തവൻ, വിധവമാരെ ഉപേക്ഷിക്കാത്തവനാണ് ഗോഡ് ഓഫ് ഇസ്രായേൽ എന്ന പാഠം ഈ യാത്രയിൽ രൂത്തിനെ നവോമി പഠിപ്പിച്ചു എന്നതാണ്. സ്തോത്രം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അടുത്ത ആഴ്ചയിൽ വിവരിക്കാം, എങ്കിൽ ഇപ്പൊ അങ്ങ് പറഞ്ഞു വിടാം, ഇത്രയേ ഉള്ളൂ. ഇനി അവിടെ ചെല്ലുമ്പോൾ ഒരു കിൻസ്മാൻ റെഡീമർ ഉണ്ട്. ഗോഡ് വിൽ ഓപ്പൺ ന്യൂ വേ ഫോർ യു എന്നൊരു ഭാവി സത്യവും നവോമി രൂത്തിനെ പഠിപ്പിച്ചു. ഇതെല്ലാം ആ ഒബീഡിയൻസിലുള്ളതാണ് കേട്ടോ, ഒബീഡിയൻസിലുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പാഠം ഇതിനകത്തുള്ളത്, ഇവരവിടെ ചെല്ലുന്നത് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദ ഹാർവെസ്റ്റ് ഓഫ് ബാർലി. അത് 2-ാം അധ്യായം വായിക്കുമ്പോൾ another harvest we can find there, the harvest of wheat. Between these two harvest almost 3 months distance ഉണ്ടെന്നാണ്. 3 months distance. ബാർലിയുടെ കൊയ്ത്തിന്റെ സമയത്ത് അവിടെ ചെന്നു. പക്ഷെ രൂത്തിനെ വീണ്ടെടുക്കുന്നത് ബോവസ് ഈ ഗോതമ്പിന്റെ കൊയ്ത്തൂടെ കഴിഞ്ഞാണ്. അങ്ങനെയെങ്കിൽ another lesson she taught the Ruth, എന്താണെന്നറിയാമോ? wait upon the Lord, wait upon the Lord. ഈ പാഠങ്ങളെല്ലാം പഠിപ്പിക്കുകയായിരുന്നു. ഈ പാഠങ്ങളെല്ലാം പഠിപ്പിച്ച് രൂത്തിനെ ദാവീദിന്റെ വല്യമ്മച്ചിയാക്കി. അവിടെ കൊണ്ട് തീരുന്നില്ല. യേശുവിന്റെ ജീനിയോളജി പറയുന്ന മാത്യു ചാപ്റ്റർ 1 3 വുമൻസിന്റെ പേരാണ് പറയുന്നത്. രാഹാബ്, രൂത്ത്, യേശുവിന്റെ അമ്മ വിശുദ്ധ മറിയം. അവിടെ ദാവീദിന്റെ ഭാര്യ എന്നുണ്ട്, ബേർശേബയെ പറ്റി അവിടെ പറയുന്നുണ്ടെങ്കിലും പേര് പറയുന്നില്ല. ആ ജീനിയോളജിയിൽ വന്നതിന്റെ കാരണം ആ ഡിസിഷനാണ്. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്നോടുകൂടെ ഞാൻ മരിച്ച് അവിടെ തന്നെ അടക്കപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ ഒരു സംഭവമാണ് ഈ കഥയിലൂടെ, അല്ലെങ്കിൽ ഈ കുടുംബത്തിലൂടെ തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കുകയും നമ്മൾ ആത്മീയരായിട്ട് ജീവിക്കുകയും, ഇതിനെല്ലാം പ്രധാനപ്പെട്ട ഒറ്റ കാരണം നവോമിയുടെ എക്സാംപ്ലറി ലൈഫ് ഓഫ് നവോമി ആയിരുന്നു. 1 പീറ്റർ ചാപ്റ്റർ 3 രക്ഷിക്കപ്പെടാത്ത ലൈഫ് പാർട്ണർ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്നതിന് ഒരു വാക്യം. സുവിശേഷം പറയാനായിട്ട് ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ഇൻ ദ ഹൗസ്, പക്ഷേ through the life of a life partner can influence one who is living with us എന്ന ആ ഒരു പാഠം, അത് മറ്റൊരു കോണ്ടസ്റ്റ് ആണെങ്കിലും ഞാൻ ഇങ്ങോട്ടങ്ങ് എടുക്കുകയാണ്. ജീവിതം പ്രസംഗിക്കുകയായിരുന്നു. നവോമിയെ പറ്റി ഒരു സെന്റൻസ് കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താം. എ മെസ്സേജ് ഫ്രം ലൈഫ് ഈസ് മോർ പവർഫുൾ ദാൻ എ മെസ്സേജ് ഓഫ് വൊക്കാബുലറീസ് എന്ന് പറയും. പറയുന്ന ആ ശബ്ദത്തെക്കാൾ ജീവിതത്തിന്റെ ശബ്ദത്തിനാണ് വളരെ ശബ്ദം, വളരെ സൗണ്ട്. അതുകൊണ്ടാണ് ഒരു കർത്താവിന്റെ പറഞ്ഞൊരു വാക്കുണ്ട്, ഐ ഓൾവേസ് വിറ്റ്നസ് ജീസസ്, യൂസ് വേർഡ്സ് ഇഫ് ഇറ്റ് ഈസ് വെരി നെസസറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ സാക്ഷിക്കും, ആവശ്യം വരികയാണെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നവോമി. എൻ്റെ മക്കളെ പിരിഞ്ഞു പോകാൻ പല ആവർത്തി പറഞ്ഞിട്ടും വീടിനെ വിട്ട് നാടിനെ വിട്ട് കർത്താവിനെ സേവിച്ചു. നമ്മൾ പണ്ട് പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു, നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാരുണ്യവാൻ എന്ന് പറയുന്ന ആ പാട്ടിന്റെ അത് ഇന്ന് പാടാനായിട്ടൊന്നും സമയമില്ല ആട്ടെ. അതുകൊണ്ട് ഈ കുടുംബത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് തീരാൻ കർത്താവിന്റെ ആത്മാവിന്റെ കൃപയ്ക്കായിട്ട് നമുക്ക് ചോദിക്കുകയും ചെയ്യാം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ.